ആഹ്ലാദം നിറയുന്നു വീടകമെന്ന് ആഘോഷം ഐശ്വര്യം മൊഴിയുന്നു സന്തോഷത്തിൻ നിറബോധം. ഈ ശബ്ദം കേൾക്കുന്ന ഞാനടക്കമുള്ള ഭർത്താക്കന്മാരൊന്ന് ചിന്തിക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടേണ്ടത് നമ്മുടെ വീട്ടിലാണ്. പുറത്ത് ഒരുപക്ഷെ നമ്മൾ വലിയ മാന്യന്മാരായിരിക്കും, അറിയപ്പെട്ട ആളുകളായിരിക്കും, സ്ഥാനവും മാനവും കമ്മിറ്റി ഭാരവാഹിത്വമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇതിനേക്കാളെല്ലാം കൂടുതൽ നമ്മൾ നമ്മുടെ വീട്ടുകാരെ പരിഗണിക്കണം. നമ്മുടെ വീട്ടുകാരുടെ അടുത്ത്, ഭാര്യമാരുടെ അടുത്ത് നമുക്ക് 100 മാർക്ക് നേടാൻ സാധിക്കണം. ഹബീബിന മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറുന്നവരാണ്, മാന്യമായി പെരുമാറുന്ന ഏറ്റവും നല്ല ഭർത്താക്കന്മാരായി മാറാൻ നിങ്ങൾക്ക് സാധിക്കണം. മാതൃക ഭർത്താക്കന്മാരായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു കോള് വന്നാൽ അറിയാം അല്ലേ, നമ്മുടെ മുഖത്തെ ഭാവവ്യത്യാസങ്ങള്. ഒരാൾ ഫോൺ എടുക്കുമ്പോ ഹലോ എന്ന് പറയാതെ ആദ്യം തന്നെ എന്താ എന്ന് ഗൗരവത്തിൽ ചോദിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, അത് ആര് വിളിച്ചതായിരിക്കും അല്ലേ. നമ്മുടെ ഭാര്യ വിളിക്കുമ്പോൾ സ്നേഹത്തോടെ ഹലോ എന്ന് പറയാൻ നമുക്ക് വയ്യ. നമ്മുടെ ഭാര്യ വിളിക്കുമ്പോൾ ഹലോ എന്ന് പറയുന്നതിന് മുമ്പ് ഒരു അസ്സലാമു അലൈക്കും പറയാൻ നമുക്ക് വയ്യ. നമ്മൾ ഉടനെ തന്നെ എന്താ ആ ഗൗരവത്തിലുള്ള ചോദ്യം അല്ലേ. എന്നാൽ പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു കിളിനാദം ആ ഫോണിലൂടെ വരികയാണെങ്കിൽ ഹലോ, എന്തൊരു വിനയത്തിലാണ് നമ്മൾ പ്രതികരിക്കുന്നത് അല്ലേ. ഹബീബുന മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭാര്യയെ പരിഗണിക്കുക, ഭാര്യയുടെ അടുത്ത് നീതി പാലിക്കുക. അവിടെയാണ് നമുക്ക് മാർക്ക് കിട്ടേണ്ടത്. നാട്ടിലുള്ള ഒരു വലിയ ചങ്ങാതി വീട്ടിലേക്ക് വരുന്ന ഒരു അവസ്ഥ, നല്ല കൊമ്പമീശക്കുള്ള ആളാ. വീട്ടിൽ വന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് മൂപ്പര് വണ്ടിന്ന് ഇറങ്ങുന്നില്ല. എന്താ സംഭവം എന്നറിയോ? വണ്ടിന്ന് ഇറങ്ങാത്തത് ഇയാളുടെ നാട്ടിലാണ് ഇതൊക്കെ. എന്താ വണ്ടിന്ന് ഇറങ്ങാത്തത്? ഈ കൊമ്പമീശ താഴ്ത്തി വെക്കാൻ വേണ്ടി വണ്ടിയിലിരുന്ന് ആ പണിയെടുക്കുക. ഈ കൊമ്പമീശ താഴ്ത്തി വെച്ചിട്ട് അയാൾ വീട്ടിലേക്ക് കയറാറുള്ളൂ. അത്രക്കും പേടിയാണ് ഭാര്യയെ അല്ലേ. അങ്ങനെയും ചില ആളുകളുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട